അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രേണു സുധി ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ്. ലാൽ സാറ് വെൽക്കം ചെയ്തു. 2 ഡാൻസൊക്കെ കളിച്ച്, കോമാളി ഡാൻസ് എന്ന് വേണം പറയാൻ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അകത്തോട്ട് രേണു സുധിയെ കയറ്റി വിട്ടു. രേണു അവിടെ നിന്നും കൊണ്ട് എൻ്റെ സൂചിച്ചേട്ടാന്നൊരു വിളി വിളിച്ച്, നീട്ടിയൊരു വിളി. ആ വിളിയിലും ഉണ്ട് കള്ളത്തരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ്. അവിടെയും സൂചേട്ടൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. സൂചേട്ടാന്നൊരു വിളി വിളിച്ചിട്ട് അതിനകത്ത് പോയി. അതിന് ശേഷം പെട്ടിയും സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നുണ്ട്. വേറൊരു പയ്യനുണ്ട്, അനീഷ് എന്ന് പറയുന്ന, അത് നമ്മുടെ അനുമോള് അതിനകത്തോട്ട് കയറ്റി വിട്ടപ്പോൾ ഫസ്റ്റ് അനീഷാണ് കയറി ചെന്നത്. ഒരു വല്ലാത്തൊരു സ്വഭാവം പോലെ. ആ സ്വഭാവം കണ്ട ഈ സിബിൻ്റെയും പിന്നെ റോക്കിയുടെയൊക്കെ ഒരിതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ക റോക്കിയുടെ സ്വഭാവം പോലെയാണ് ഈ അനീഷിൻ്റെ സ്വഭാവം എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അനീഷ് അതിനകത്ത് ചെന്ന് അവിടെ ഇരുന്നതിന് ശേഷം അനുമോള് ചെന്നിട്ട് പരിചയപ്പെട്ടപ്പോൾ അവനിൽ അറിയാത്ത ലക്ഷണത്തിലും, അനീഷ് അറിയാത്ത ലക്ഷണത്തിലും ആര് സത്യം പറഞ്ഞാൽ അനുമോളെ കണ്ണങ്ങ് നിറഞ്ഞു. അവിടെ അനീഷ് അനുമോളെ കൊച്ചാക്കി, ചെറിയ ഒരു കൊച്ചാക്കിക്കൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഫസ്റ്റിലെ തുടങ്ങി അവൻ ഇത്തിരി ചൊറിച്ചിലാണ്, ചൊറിഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. സരികയൊക്കെ നല്ല രസമുണ്ട്. നമ്മളെ രേണു സുധി പെട്ടിയൊക്കെ അങ്ങോട്ട് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. അതിൽ സൂചേട്ടൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് പോയത്. സൂചേട്ടൻ്റെ ഫോട്ടോയും പെട്ടിയുടെ ഇടയിലങ്ങാനും ട്രോഫിയൊക്കെ ആയിട്ടായിരിക്കും പോയത്. ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ ഉപേക്ഷിച്ച നിലയിലല്ലായിരുന്ന സുധീരെ ട്രോഫി വലിച്ചെറിഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും ട്രോഫിയൊക്കെ ആയിട്ടായിരിക്കും പോയത്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണും. സൂചേട്ടൻ്റെ ഫോട്ടോ വെച്ചത് നമുക്ക് മനസ്സിലായി, അത് കള്ള അടവിലെ ലക്ഷണമാണ്. സൂചേട്ടൻ പോണ വഴി അത്രയും ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ കൊണ്ടുപോയതെന്ന് നമുക്കറിയാം. രേണു ഈ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്ന് കാണാം. 2 വർഷം മുന്നേ മരണപ്പെട്ടു പോയ കൊല്ലം സുധി എന്ന കോമഡി ആർട്ടിസ്റ്റിൻ്റെ വൈഫാണ് ഞാൻ. നാടകരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ സിനിമ, ആൽബം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്. യാദൃച്ഛികമായിരുന്നു. സോ അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് എന്താ പറയുക, വിമർശനങ്ങളും അതുപോലെ ഒരുപാട് നെഗറ്റീവ് കമൻസും ഒക്കെ കിട്ടി തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പോസിറ്റീവും ഉണ്ട്, ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട്. എല്ലാവർക്കും, പോസിറ്റീവ് പറയുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നെഗറ്റീവ് കമൻസിനും എല്ലാത്തിനും ഒരുപാട് എന്താ പറയുക, നന്ദി പറയുന്നു. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കില്ല. സോ വളരെ ഹാപ്പിയായിട്ട് പോകുന്നു. എൻ്റെ മനസ്സാക്ഷിക്ക് വിരോധമായിട്ട് രേണു സുധി ഒന്നും ചെയ്യില്ല. ഈ 7ൻ്റെ പണി ഞാനും കൂടെ നേരിടാൻ തയ്യാറാണ്. കാരണം ഞാനും ഈ ബിഗ് ബോസ് ഹൗസിലെ ഒരു അംഗമായിട്ട് ഇന്ന് മാറുകയാണ്. സോ ഞാൻ തയ്യാറാണ്. പറഞ്ഞ വാക്കിന് എന്തായാലും ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ലെന്നാണ്. പിന്നെ അതുപോലെ നമ്മൾ ആരാണോ എന്താണോ അത് നമ്മളായിട്ട് തന്നെ അവിടെ ബിഹേവ് ചെയ്യുക. വേറൊരു ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച വരെ പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്ത് വരും. സോ നമ്മളായിട്ട് തന്നെ ജീവിക്കുക. ഇനി ഞാനായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്ന് ചിലപ്പം 2 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ ക്യാരക്ടർ മാറുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗെയിമാണ്. ലാലേട്ടൻ്റെ കലിപ്പ് നമ്മൾ പല സിനിമകളിലും അടുത്തറിഞ്ഞിട്ടുള്ളതാണ്, നരസിംഹമൊക്കെ ആയാലും. അപ്പം ഓഡിയൻസ് എന്ന നിലയിൽ കലിപ്പൻ ലാലേട്ടൻ ഓക്കെയാണ്. പക്ഷേ കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ മേ ബി അല്ല, കലിപ്പ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പേടി വരുമല്ലോ, വന്നിരിക്കും. പറഞ്ഞ് ഞാൻ ബിൽഡപ്പ് കൊടുത്ത കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്ത് ഹൗസിനുള്ളിലെ കാര്യം നമുക്ക് അവിടെ വെച്ച് കണ്ടറിയാം. ഇപ്പോഴേ ഞാൻ വലുതായിട്ട് പറയുന്നില്ല. എനിക്ക് തെറി വിളിക്കുന്ന ഇഷ്ടമല്ല. എന്നെ തെറി വിളിക്കുന്ന എനിക്ക് ദേഷ്യമാണ്, ഭയങ്കര കലിപ്പ് വരും എന്നെ. ഇപ്പം അഥവാ സംഭവിച്ചാൽ നമുക്ക് തിരിച്ചു വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മളത് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പക്ഷേ എനിക്ക് അരിശം വരും, നല്ല അരിശം വരും. ജയിക്കുമോ തോൽക്കുമോ എന്നറിയില്ല, പക്ഷെ നമ്മളത് അറ്റൻഡ് ചെയ്യും. പുറമേ ഉള്ള ഒരു ഇമേജ് വെച്ചിട്ട് ജഡ്ജ്മെൻ്റായിട്ട് വന്നാൽ, പുറമേ ഉള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ അത് കേട്ട് കേൾവി അല്ലെങ്കിൽ ഒരു മീഡിയയിലൂടെ കണ്ടറിവ് ഒക്കെയാണ്. എന്നെ നേരിട്ടുള്ള അറിവ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് ഞാൻ പറയും. രേണു സുധി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോവുകയാണ്.
വീണ്ടും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോഴേ രേണുസുതി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി. എൻ്റെ സൂചേട്ടാന്ന് വിളിച്ചുകൊണ്ടാണ് കയറിയത്. രേണുസുതി ആദ്യമൊക്കെ ഒന്നും മിണ്ടാതെയൊക്കെ ഒരു മൗനം പോലെയാണ് ഇന്നലെയൊക്കെ കണ്ടു കഴിഞ്ഞത്. ഇന്ന് രാവിലെയൊക്കെ ഇച്ചിരി ഒന്ന് അനങ്ങി തുടങ്ങി. ക്യാമറ ഫോക്കസ് ചെയ്ത് ആ സ്ഥലത്ത് ചെന്ന് രേണുസുതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരവസ്ഥയിൽ നടന്ന് പിന്നെ അതിനുശേഷം കുഴപ്പമില്ല. അതിനുശേഷം ബാക്കിയുള്ളവരുമായിട്ടൊക്കെ മിണ്ടിയും പറഞ്ഞുമൊക്കെ നടക്കുന്നു. പക്ക ഉടായിപ്പായിട്ടാണ് അതിനകത്ത് കയറിയിട്ട് അവിടെ അതിലെ പാവങ്ങളൊക്കെ അഭിനയിച്ചു. അതിനുശേഷം നമ്മളെ സുധിയെ വെച്ചിട്ട് സൂചേട്ടാന്നൊരു വിളി വിളിച്ചപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി രേണുസുധിയുടെ അഭിനയമാണെന്ന്. അതുപോലെ അനീഷ് കാണിക്കുന്നത് ഒരു എന്തോ അത്ര നല്ല ഇതല്ല. ആള് ഒരുമാതിരിയുള്ള ഒരു സ്വഭാവവും ഒരു മുരടൻ സ്വഭാവവും എനിക്ക് തോന്നണില്ല അനീഷ് തോന്നുന്ന ആൾ അവിടെ നിൽക്കുമെന്ന്. ഈ റോക്കിയിലൊക്കെ അതേ ഒരു ലെവലാണെന്നാണ് തോന്നണത്. മിക്കവാറും ഇപ്പോൾ ഉടനെ തന്നെ ഇറങ്ങും. പിന്നെ രേണു അവിടെ കഴിവിൻ്റെ പരമാവധി പിടിച്ച് നിൽക്കും. രേണുസുതി അകത്തോട്ട് കയറാനുള്ള ഇതാണ്. എന്തോ കോപ്രായങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. അത് ഈ റീൽസിലായിരുന്നാലും അങ്ങനെ തന്നെയല്ലേ, കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയാണ് രേണു എന്തായാലും ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് കൊണ്ട് രേണു വൈറലായി. റീൽസൊക്കെ ചെയ്യുന്ന പക്ക കോമാളിത്തരവുമാണ്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കിങ്ങ് ഒരുമാതിരി തോന്നും. അങ്ങനെയാണ് രേണു അവിടെ അഭിനയിച്ച് തുടങ്ങിയത്. പിന്നെ നമ്മുടെ അവതാരികയായ ശാരിക, എനിക്ക് പുള്ളിക്കാരിയെ ഇഷ്ടമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഈ അവതരണം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരിതാണ്. ഓരോരുത്തരെ വിളിച്ചിരുത്തിയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെയാണ് അങ്ങ് വായി തോന്നിയ വിളിച്ച് പറയണത്. പറഞ്ഞാൽ സെലിബ്രിറ്റി ഇന്റർവ്യൂർ ആണ്. പിന്നെ ഹോട്ട് സീറ്റ് എന്നൊരു ഷോ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ഞാൻ. കുറച്ച് വൈറൽ ആങ്കറാണ്. വൈറൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൈബൊക്കെ ഉള്ള ഒരാളാണ്, പോസിറ്റീവ് വൈബ് അല്ല. എല്ലാം എക്സൈറ്റഡ് ആണ്. 7ന്റെ പണി നേരിടുകയും ചെയ്യും, 7ന്റെ പണി കൊടുക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എൻ്റെ പൊന്നെ, 7ന്റെ പണിയല്ലേ 8ന്റെ പണിയാണ് കൊടുക്കാൻ പോണത്. ഭയങ്കര പുള്ളിക്കാരി നല്ല രസമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെയാണ് അങ്ങ് വായി തോന്നിയിരുന്ന് വിളിച്ച് പറയണത്. ഇൻ്റർവ്യൂ ഉള്ള കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ജെന്യൂൻ ആയിട്ട് കളിക്കുക. കളിക്കുമ്പോൾ ഒരു പ്ലെയർ ആയിട്ട് കളിക്കുക. അതല്ലാതെ അതൊന്നും പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. പേഴ്സണൽ പ്രതികാരങ്ങൾ പാടില്ല. നമ്മൾ ഇവിടെ ഒരു ഗെയിമിലാണ് നിൽക്കുന്നത് ഓർമ്മ എല്ലായ്പ്പോഴും എല്ലാ പ്ലേയേഴ്സിനും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും വിന്നറാവാൻ പറ്റില്ലല്ലോ, ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ബട്ട് ഏറ്റവും പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും ഫെയർ പ്ലേ കളിച്ച ഒരാളായിട്ട് തന്നെ ഇറങ്ങണം. ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ലാലേട്ടൻ ചൂടാൽ ഉറപ്പായിട്ടും പാനിക്കാവും. അതിൽ സംശയമൊന്നുമില്ല. ബിക്കോസ് ലാലേട്ടൻ്റെ ഒരു കലിപ്പൻ ഫേസ് നമ്മൾ ഈവൻ സിനിമകളിൽ പോലും ഭയങ്കര ഓവർ കലിപ്പൻ ഫേസ് നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് ഒരു കണ്ടസ്റ്റന്റ് നില ഉറപ്പായിട്ടും അദ്ദേഹത്തിനുള്ള ആരാധന കൊണ്ടും ബഹുമാനം കൊണ്ടും പിന്നെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും പേടിയും ആ ഒരു ടെൻഷനും ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അതായത് എന്ത് ഗെയിമും കളിച്ചും ഒരാളെ പുറത്താക്കാമെന്നൊരു ചിന്തയും പലർക്കും ഉണ്ടാവുമായിരിക്കും. ആ ചീപ്പ് ഗെയിം കളിക്കുന്നവരായിരിക്കും ഞാൻ ആദ്യം കളിപ്പിക്കാൻ പോകും. എങ്കിലും അതൊരു ഗെയിം എന്ന നിലയിൽ എനിക്കതെല്ലാം കോൺസെൻട്രേഷനോട് കൂടി സമാധാനത്തോടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഇറിറ്റേഷൻ ആയുള്ള ക്യാരക്ടേഴ്സ് എൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ അവരെ അഡ്ജസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ലീവ് ചെയ്ത് പോകും. ബട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് ലീവ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല. മാക്സിമം എൻ്റെ പൊന്ന് ശാരിക പറയുന്ന കണക്കൊന്നും നടക്കൂല. എല്ലാവരും അവിടെ കള്ളത്തരം കാണിച്ച് ജയിക്കാൻ നോക്കുള്ളൂ. പരസ്പരം അടിയും കൂടി. അല്ലാതെ ശാരിക വിചാരിക്കും കണക്ക് കൂട്ടുകൂടിയിട്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോണില്ല. അവരൊരു ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരു ഉന്തും തള്ളും എല്ലാമൊക്കെ ആയാലേ പറ്റൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടാണ് ജാസ്മിൻ ജാഫർ നല്ലതുപോലെ കളിച്ച ഒരു കുട്ടിയാണ്. ഗെയിം കളിച്ച് അതിൽ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ശാരിക പറയും കണക്കൊന്നും അല്ല ബിഗ് ബോസിലോട്ട് കയറുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളാണ്. അവരുമായിട്ട് ഈ പറയുന്ന ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കും, എൻ്റെതായ തരത്തിൽ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം എടുക്കും, അത്ര തന്നെ. തീർച്ചയായിട്ടും ഞാൻ ഓണർ ചെയ്യപ്പെടുന്ന എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഹോട്ട് സീറ്റിൽ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റന്റും കാലിബർ ഉള്ളവരായിരിക്കും. അപ്പോൾ എൻ്റെ ഷോസ് മിക്കവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലായിരിക്കാം. കണ്ടിട്ടുണ്ടോ എന്തായാലും ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് അവർക്ക് കുറേ കാര്യങ്ങൾ എന്നോട് ചോദിക്കാനും എന്നെ അങ്ങനെയൊക്കെ ഒന്ന് കോൺഫിഡൻസ് ചെയ്യാനും താല്പര്യം ഉണ്ടായി. എനിക്ക് തോന്നണേ ശാരികയും രേണുവും തമ്മിൽ അടി നടക്കും. മിക്കവാറും എല്ലാ വകുപ്പുകളും ഉണ്ട്. ശാരികയും രേണുവും തമ്മിൽ അടി നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ അനീഷ് എന്ന് പറയുന്ന പയ്യനും ശാരികയായിട്ട് നല്ല ചേർച്ചയായിരിക്കും. അവർ തങ്ങളിലൊക്കെ അടിയാവും. ഞാനത് നേരിടും. ഞാൻ
ഉറപ്പായിട്ടും കീറാൻ പോകുന്ന ചീട്ട് ഫേക്ക് ഗെയിം തന്നെയായിരിക്കും. പിന്നെ സേഫ് പ്ലേ, ഇത് രണ്ടുമാണ് കീറാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത പൊട്ടന്മാരെ പോലെ ഇരിക്കുക, അവസാനം വരെ നിൽക്കുക. പക്ഷെ ആ പരിപാടി നടക്കരുത്. അതിന് മുമ്പ് അത് അവരെ തന്നെ കോർണർ ചെയ്ത് ഞാൻ കീറാൻ ശ്രമിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എനിക്ക് BB7 സെലക്ഷൻ കിട്ടിയപ്പോൾ. ഇനിയിപ്പോൾ ഞാനിവിടെ BB7 എത്തി നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഷോ എന്നൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈറൽ ആങ്കർ എന്നൊരു എക്സ്പീരിയൻസ് ആവും എന്നെ മോസ്റ്റ് ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എൻ്റെ കോൺഫിഡൻസും. നെഗറ്റീവായിട്ട് വരണവർ തന്നെ ഫുള്ള് ഈ ബിഗ് ബോസിൽ കയറണത്. രേണുസുതി തന്നെ നെഗറ്റീവായിട്ട് വന്നത് കൊണ്ടാണ് ഫുള്ള്. ഇപ്പോൾ ഈ ശാരിക തന്നെ പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് കുറച്ച് പേരൊക്കെ പോസിറ്റീവായ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ശാരികയ്ക്ക് നെഗറ്റീവായിരുന്നു. അതുപോലെ രേണുസുതിക്ക് ഫുള്ള് നെഗറ്റീവായിരുന്നു. കൂടിപ്പോയ ഒരു 100 പേരിൽ 5-6 പേര് മാത്രം പോസിറ്റീവായിട്ട് യാതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നാലും എന്തായാലും ചെയ്യണതിൽ കാണുമായിരുന്നു. നല്ല കമൻറ്റുകൾ ഇടുമായിരുന്നു. ഫുള്ള് നെഗറ്റീവ് കമൻറ്റിലൂടെ തന്നെയാണ് രേണുസുതി കയറിപ്പോയത്. രേണുസുതി എന്തായാലും സൂചേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് കയറിപ്പോയതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഞാൻ കണ്ട്. അതിലുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ ഈ ലൈവുകളിലായിരുന്നാലും കണ്ടായിരുന്നു. രേണുവിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ ആ പോണ പോക്കിലും രേണു സൂചേട്ടനെയും കൊണ്ടാണ് പോയത്. സൂചേട്ടൻ്റെ ട്രോഫി കൊണ്ടാ എന്തോ അതറിയാൻ വയ്യ. കണക്കിനാണെങ്കിൽ ചാക്കി കെട്ടിയ ട്രോഫിയും കാണുമായിരിക്കും. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയായിരിക്കും ആളുകളെ ഇത് സ്നേഹം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് സൂചേട്ടൻ്റെ ഫോട്ടോയും ട്രോഫിയൊക്കെ ആയിട്ടായിരിക്കും രേണു പോയിരിക്കണത്. ആദ്യമൊക്കെ പോണില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ രേണു പിന്നെ പോയി. സെലക്ഷൻ കിട്ടിയിട്ട് തന്നെ രേണുവിന് വന്നതെന്ന് അറിയാം. പോയി ഒക്കെ റെഡിയാക്കിയിട്ടൊക്കെ വന്നതായിരിക്കാൻ ചാൻസ് ഉണ്ട്. രേണു അവിടെ ചെന്നിടന്ന് ഇനി ആരെയൊക്കെ ഭരിക്കാൻ പോണോ എന്തോ. ഇവിടെയൊക്കെ വീട് വെച്ച് ഒരുത്തരെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞതാണ്. നൂറെ ആദിലേരെന്ന് ഒരനക്കം പോലും ഇല്ല. നൂറെ ആദിലേക്ക് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഒരൊന്നും കാണില്ല. നമ്മളെ രേണു ക്യാമറ ഫോക്കസ് ചെയ്ത് തന്നെ രേണു പോയി ക്യാമറയുടെ മുന്നിൽ തന്നെ എവിടെയും പോയി അങ്ങനെ നിന്ന് ഒറ്റയ്ക്ക് കാര്യം പറച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കള്ളത്തരങ്ങൾ അടവുകളെല്ലാം ഇങ്ങാട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് രേണു. അങ്ങനെയൊക്കെയാണ് രേണുവിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ രേണുവും ശാരികയും തമ്മിൽ മിക്കവാറും ഒരടിയുടെ ചാൻസൊക്കെ അവിടെ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഓരോന്നും കാത്തിരുന്ന് കാണാം.